ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതി നമ. ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരറ്റിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാജ്ഞാനകേസരം ഹരികഥാ സംബോധന ബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മഹാഭാരതം കിളിപ്പാട്ട് സംഭവപർവം. സത്യവതിയുടെ ദുഃഖവും ദീർഘതമാവിന്റെ കഥയും. അക്കഥ ഇരിക്കട്ടെ. വിചിത്രവീരൻ പിന്നെ മൈക്കണ്ണി മാടിയിലഴിഞ്ഞുൾ കാമ്പൂ മറന്നവൻ പരമായി രമിച്ചിതു ബാലനായിരുന്നേ. മാരസങ്കരവേക്കാൽ മരിച്ചാനെന്നേ വേണ്ടു. രാജേഷ്മാവെന്നൊരു വ്യാധിയുണ്ടായ മൂലം രാജാവിനോട് വേറായി വന്നിതു കുരുരാജ്യം. ദുഃഖിച്ചു സത്യവതി മക്കളും മരിച്ചു തന്നുൾക്കാമ്പിൽ നിരൂപിച്ച അളിച്ചുരായ വിലാസങ്ങൾ. മംഗലം വരുത്തുവാനെന്തൊരു കഴിയുമെന്നു ഗംഗാനന്ദനൻ തന്നെ രഹസ്യ വിളിച്ചുടൻ. ഇങ്ങനെ വന്നീതല്ലോ നമ്മുടെ കാലമെന്നു തങ്ങളിൽ പറകയും കണ്ണുനീരൊലിക്കയും. നരിമാരിരുവർക്കും വൈദവ്യമകപ്പെട്ടു പാരിതു പരിപാലിച്ചിടുവാൻ ആരുമില്ല. സോമവംശവും ഇന്നും മുടിഞ്ഞതെന്നേ വന്നു. നാം ഇരുവരും തന്നെ ഇവിടെ അകപ്പെട്ടു. ഇത്തരം സത്യവതി സത്വരം ചൊന്ന നേരം ഉത്തരമുര ചെയ്തിരുന്നു ഏകനാഥത്തൻ. എന്തുണ്ണി മിണ്ടാനു നിൻ ചിന്തിതമെന്നു ചൊൽക. സന്തതിയുണ്ടാക്കുവാൻ എന്തൊരു കഴിവെന്നു മാതാവു പറഞ്ഞപ്പോൾ ചൊല്ലിന ദേവവ്രതൻ. ഭൂദേവന്മാരാലുള്ളൂ നമ്മുടെ കുലം പണ്ടും ആരണരത്രേ മുന്നം. കാരണം നമുക്കിന്നാൽ നരിമാരിരുവരും നാരണരോടു വാണു പാരാതെ കുലത്തിങ്കിൽ സന്തതിയുണ്ടാക്കുക. കാരണം ഇതിനുണ്ടു ചൊല്ലിടാമതുമെങ്കിൽ. പ്രശസ്ത തപോധനരംഗീരസിന്റെ പുത്രനുജത്യനെന്നു നാമമുടയ മഹാമുനി. അവന്റെ പത്നിയല്ലോ മമത മനോഹരി. അവൻ തന്നെ വരജൻ ഈശ്വതി ദേവാചാര്യൻ. അവനും മമതയാം പൂർവജ പത്നി തന്നിൽ വിവശനായാനല്ലോ പത്മതാവികാരത്താൽ. മമതാദികൾ ദോഷമകന്ന മുനി പത്നി മമത പറഞ്ഞതു നിർബന്ധം കണ്ട മൂലം. ദേവരാചാരവൃത്തി നരകത്തിനായുള്ളൂ. ദേവരാചാര്യ ഞാൻ പറയുന്നതു കേൾനീ. ദേവമായകളെല്ലാം ഓർക്കണം മനക്കാമ്പിൽ. ദേവദേവന്റെ ആജ്ഞ ലംഘിച്ചിടരുതല്ലോ. വേദവേദാംഗജ്ഞ പൂർവജൻ തന്റെ ബീജമോദന ധരിച്ചിരിക്കുന്നതു ഞാനും ഇപ്പോൾ. നിന്നുടെ ബീജമതു നിഷ്ഫലമാകായില്ല. പിന്നെ ഞാനതും കൂടെ ധരിപ്പാനാളല്ലടോ എന്തു കേട്ടു ബൃഹസ്പതിയും മുര ചെയ്താൻ. എന്നാലും എനിക്കതു പുണർന്നേ മതിയാവൂ. നിർമ്മലനായ മുനി മന്മതായി വശനായ ധർമാധീധര്യങ്ങളെ വെടിഞ്ഞങ്ങണഞ്ഞപ്പോൾ ഗർഭകനായിട്ടുള്ള ഒരു അർഭകൻ ഉരാചിത നിർബന്ധം മതിപതി കേൾക്കണം ഇവയെല്ലാം. മുന്നമേ ഗർഭപാത്രം തന്നിൽ ഞാനകപ്പെട്ടാൻ ഇതിനവകാശം പോരാ എന്നറിയണം. ഗർഭപാത്രത്തിൽ വേവും അർഭകവൻ വാക്കു കേട്ടിട്ട് അത്ഭുതം പൂണ്ടു ഗുരു നിർബന്ധിച്ചുരാ ചെയ്താൻ. സദ്ഭവാമിത്ര പാരം ഇപ്പോഴേ മുഴുത്ത നീ ഉദ്ഭവിച്ചിരുന്നാളിലെന്തെല്ലാം വരുമിടോ. ദീർഘവീക്ഷം നിനക്കേറെയുണ്ട്. അതിനാലെ ദീർഘമം തമസിനെ പ്രാപിക്കുന്നതു നേരം. ശപിച്ചു ദേവാചാര്യൻ ജനിച്ചു കുമാരനും തപിച്ചു കണ്ടില്ല നിട്ടുന്നതു നിമിത്തമായി. അവനു ദീർഘതമാവെന്നു പേരുണ്ടായതു. അവനും പ്രദേശിയാം ബ്രാഹ്മണി തന്നെ വേട്ടാൻ. അവൾ പെറ്റുണ്ടായി വന്നു ഗൗതമാദികളെല്ലാം അവൻ പ്രസിദ്ധന്മാരായ താപസരല്ലോ. പുത്രലോപാർത്ഥിയാകും പ്രത്യക്ഷിയതു കാലം ശുശ്രൂഷ വെടിഞ്ഞിടിന് ആളെന്നേ വേണ്ടു. എന്നീ ഉപേക്ഷിച്ചാൽ എന്തൊരു ഗതി എനിക്കെന്നിതു പറയണമെന്നു കേട്ടവൾ ചൊന്നാൾ. ഭർത്താവും ഭാര്യയെന്നും ചൊല്ലുന്ന ശബ്ദമൊക്കെ തന്നെ അർത്ഥത്തെ നിരൂപിച്ച് വേണമെന്നോടു ചൊൽവാൻ. നിന്നെയും കുമാരന്മാർ തമ്മിലും പലിക്കിയാൽ എന്നുടെ പരിശ്രമം നീറിഞ്ഞില്ലയല്ലോ. ജാത്യന്തരനുടെ പിൻവേ വാർദ്ധക്യം പാലമുള്ളൊരാസിക്കാം ഒരു നേരം ഒന്നിനുമില്ലാത്താനും. വൃദ്ധനാകിയ ഭവൻ ക്രുദ്ധിച്ചാൽ എന്തു ഫലം. നിർദ്ധനന്മാരായി വന്നാൽ തങ്ങൾ ഒട്ടടങ്ങേണം. പ്രത്യേഷി പലതരം ഈ വണ്ണം പറഞ്ഞപ്പോൾ വിദ്വാന ദുർഗതമാവതു കോപേന ചൊന്നാൻ. ക്ഷത്രിയ കുലം പ്രാപിച്ചർത്ഥമർത്തിക്കാൻ നീ എന്ന് ഉത്തമ തപോധനം പറഞ്ഞോരനന്തരം. ശ്രദ്ധയില്ലേതും നിന്നുത്തമാമർത്തതിനെ കൊത്തതു ചെയ്താലും നീ എന്നോട് പറയണ്ട. ഞാനിനി പണ്ടേ പോലെ ശുശ്രൂഷിക്കുകയുമില്ല. അതിന് കാലവുമില്ല എന്നാൾ. ഔചിത്യമോർത്തു പുരാതനോൾ തന്നോട് ഔചിത്യനായ മുരി കോപത്തോടു രാജിച്ചു. ഭർത്താവായി വെടിയുന്നോർ കർത്തവും വ്യർത്ഥമായി പോവും. എത്രയും ദുഷ്കൃതിയും എത്തുന്നതു നേരം. പ്രത്യക്ഷി കോപം പൂണ്ടു പുത്രന്മാരോടു ചൊന്നാൾ. വൃദ്ധനെ ഗംഗ തന്നിൽ പ്രക്ഷേപിക്കണം നിങ്ങൾ. ലോപമോഹാദി പൂട്ട ഗൗതമാദികൾ അപ്പോൾ തപസവരനായ താതരെ മടിയാതെ ഗംഗയിലൊരു തോണി തമ്മിൽ വെച്ചൊഴുക്കിനാൽ. അങ്ങനെ ആചരങ്ങൾക്കു തോന്നും ഇത്തരം പണ്ടേ. എറിയ വഴികൾ പൊട്ടൊഴുകി ചിലതരം തിരത്തു കുളിപ്പായി നിൽക്കുന്ന ബലി നൃപൻ. കണ്ടവൻ തന്നിൽ ഏറ്റവും കാരുണ്യമുണ്ടാകയാൽ കൊണ്ടുപോയി അന്തപുരെ ബഹുമാനിച്ചു ഭക്ത്യ വെച്ചുകൊണ്ട് അനുദിനം പൂജിച്ചു ലാളിക്കുക. വിശ്രാന്തനായ മുനി തന്നോട് നൃപൻ ചൊന്നാൻ.
സന്തതി ഉണ്ടാക്കിയ എന്തൊരു മമ്മ പദ്ദക്കുമുലയെ അളാമനുടെ പറ്റിയിട്ടുണ്ട് എന്തത് ഒരു കുറെ വന്തരാമില്ലായതു ചിന്തിച്ചു ദീർഘതമാർഗദർശിയും ചൊന്നാൻ പന്നവൻ സുദേശിയ തന്നുടെ പത്നിതനെ ധന്യരാമുനീവരൻ തന്റെ ശുശ്രൂഷിപ്പാനായി സാധുനാതരം പറഞ്ഞയച്ചോരനന്തരം ചാന്തേനും മുലയാളും ദാസിയോടുറ ചെയ്താൾ വൃദ്ധനാമന്തൻ തന്നെ ശ്രദ്ധയില്ല എനിക്ക് ഏതും ബന്ധ കൗതുകത്തോടു ചെന്ന് പുണരണം ഓർത്തുതാത്രേ ഈ ആശുദ്രയും അതു നേരം ചേർത്ത കൗതുകത്തോടു പുണർന്ന മുനി തന്നെ കഷപനാദിയ ഇട്ടക്കാലം 11 മക്കളെ ജനിപ്പിച്ചു ശിക്ഷിച്ചു വിദ്യാക്കളും ഒക്കവേ പഠിപ്പിച്ചു വിഖ്യാത ഗുണത്തോട് മുഖ്യന്മാരായ കുമാരന്മാരും തേജോബല വിദ്യ യൗവനരൂപ ശിലജ്ഞാനങ്ങളായ രുദ്രന്മാരെന്ന പോലെ ഭദ്രന്മാരായുണ്ടായാൽ സംഘകോപാജ്ഞായാതി വിദ്യയും പഠിച്ചുള്ള ഒരു അങ്കിരസ്സുകളൊക്കെ കണ്ട നേരം വലിയ ധൃപൻ എന്നുടെ പുത്രന്മാരെന്നുരാ ചെയ്തതു കേട്ടു നിന്നുടെ പുത്രന്മാരല്ലെന്നു മാമുനി ചൊന്നാൻ നിന്നുടെ ഭക്തി പുരരന്യെ പുൽകുവാൻ അറച്ചെന്നുടെ ഏരികത്തു ദാസിയെ നിയോഗിച്ചാൾ അന്നേരം ബലി നൃപൻ ഗതിച്ചു രണ്ടാമത് തന്നുടെ സുദക്ഷിണയ പത്നിയെ നിയോഗിച്ചാൻ ചെന്നുടനടിക്കവേ നിന്നൊരു സുദക്ഷിണയെ തന്നുടെ കരം കൊണ്ടു തപ്പിക്കണ്ടുരാ ചെയ്താൻ അങ്കന ആചരങ്ങളിൽ ഭംഗിയുണ്ടെനിക്കെന്നും ശൃംഗാരിയല്ല വൃദ്ധൻ കുരുടാനിവനെന്നും ഉള്ളിലുണ്ടഹമ്മതി നിനക്കു മനോഹരേ ഉള്ളതോ തന്നെയല്ലോ നിന്നുടെ കുറ്റമല്ല അംഗചാരസം നിന്നിലേതുമേ നമുക്കില്ലേ അങ്കനാസമ്മേളനാലളനാദികളൊന്നും വേണമെന്നെനിക്കില്ല ഭൂമിപാലെ ചിന്തിച്ചേണ ലോചനയെ തവ സന്തതിയുണ്ടാക്കുന്നു അംഗസ്പർശനം കൊണ്ടേ പോരുമെന്നത് ചൊന്നാൻ അങ്ങനെ ഇന്നൊരു ധൃപരുണ്ടായാൻ അതു നാളിൽ ഇങ്ങനെ പല പല മഞ്ഞവരുണ്ടു മുന്നം തിങ്ങിയ തേജസ്സോടും ബ്രാഹ്മണ പുത്രന്മാരായി അങ്ങനെ തന്നെ നമുക്കിവിടെ പുനരിപ്പോൾ മങ്ങാത പുത്രന്മാരെ ഉണ്ടാക്കാമറിഞ്ഞാലും പരശുരാമൻ മുന്നേ മുടുക്കി കളഞ്ഞെന്നു പരിചയോടുണ്ടായി വന്നു പൂസുരന്മാരാലത്രേ പൃഥ്വിപ്തേ തേജോവാദ ഗന്ധാദി വിഷയങ്ങൾ തങ്ങൾ എവിടേക്കിലും ചന്ദ്രാദിത്യന്മാർ ശീദോഷങ്ങൾ എവിടെങ്കിലും വൃത്രനാശന എന്നുവെച്ചാ വിക്രമം വെടികിലും ധർമ്മരാജനും നിജാധർമ്മത്തെ വെടികിലും സത്യത്തെ വെടിക്കയില്ല ഞാനൊരു നാളും തങ്ങളിൽ പല പല കഥകൾ പറഞ്ഞുവിടാൻ ഇങ്ങനെ തന്നെ എന്നു കൽപ്പിച്ച വഴി കേൾപ്പിൻ എങ്കിലാൻ വേദവ്യാസം തന്നെ കൊണ്ടുണ്ടാക്കുവാൻ തിങ്കസൻ കുലം നിന്നു ചൊല്ലിനാൾ സത്യാവധി ദോഷമല്ലേ തീരെന്നു പലതും ചൊന്ന ശേഷം യോഷമാരോട് ചെന്നു പറഞ്ഞു സത്യാവധി പണ്ടു ഞാൻ തോണി കടത്തിയിടുന്ന കാലത്തിങ്കലുണ്ടായി പരാശരപുത്രനായൊരു മുനി ദിവ്യനെത്രയും അവനെ നിരൂപിച്ച സർവസങ്കടം തീരും സംശയമില്ലായതും എങ്കിലങ്ങനെ എന്നവരുമുരാ ചെയ്താർ സങ്കടം തീർന്നു കുലസന്ധതിയുണ്ടാവാനായി എങ്കിലങ്ങനെയാകുന്നവരുമുരാ ചെയ്താർ സങ്കടം തീർന്നു കുലസന്ധതിയുണ്ടാവാനായി ഹരി ഓം.